നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ സുഹൈൽ മുഹമ്മദ്. വാർത്തകൾ വിശദമായി. ഖത്തർ ദോഹയിൽ കെട്ടിടം തകർന്ന മലയാളികൾ ഉൾപ്പെടെ മരിച്ച സംഭവത്തിൽ 2 പേർക്ക് തടവും പിഴയും വിധിച്ചു. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തിയ കമ്പനിയുടെ സൂപ്പർവൈസറെയും കൺസൾട്ടന്റിനെയുമാണ് കോടതി ശിക്ഷിച്ചത്. 2023 മാർച്ചിലായിരുന്നു അപകടം. ആൾതാമസമുള്ള കെട്ടിടത്തിൽ ചട്ടങ്ങൾ പാലിക്കാതെ നടന്ന നിർമ്മാണ പ്രവൃത്തിയാണ് അപകടത്തിന് കാരണമെന്ന് പ്രോസിക്യൂഷൻ കണ്ടെത്തിയതിനു പിന്നാലെയാണ് സൂപ്പർവൈസർക്കും കൺസൾട്ടന്റിനും ഖത്തർ പ്രൈമറി കോടതി തടവും പിഴയും ശിക്ഷ വിധിച്ചത്. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തിയ കമ്പനിയുടെ സൂപ്പർവൈസർക്ക് 5 വർഷം തടവും നിർമ്മാണ പ്രവൃത്തിയുടെ കൺസൾട്ടന്റിന് 3 വർഷം തടവുമാണ് അപകടമുണ്ടായി 15 മാസങ്ങൾക്ക് ശേഷം കോടതി ശിക്ഷ വിധിച്ചത്. കെട്ടിട ഉടമയ്ക്കും 1 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചിരുന്നെങ്കിലും ശിക്ഷാ കാലാവധി ഇതിനകം പൂർത്തിയാക്കിയതിനാൽ ഇദ്ദേഹം ഇനി തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ല. അറ്റകുറ്റപ്പണി നടത്തിയ കമ്പനിക്ക് 5 ലക്ഷം റിയാലും കെട്ടിട ഉടമയ്ക്ക് 2 ലക്ഷം റിയാൽ പിഴയും കോടതി വിധിച്ചു. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ നിർമ്മാണ ഘട്ടത്തിൽ കെട്ടിടത്തിലെ അനധികൃത ഘടനാമാറ്റവും വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകളില്ലാത്ത അറ്റകുറ്റപ്പണിയും ബഹുനില പാർപ്പിട സമുച്ചയം തകർന്നു വീഴാനും മരണത്തിനും വഴിവെച്ചതായി വ്യക്തമാക്കിയിരുന്നു. അൻവർ പാലേരി, 24 ദോഹ. ദേശീയ ദിനത്തോടനുബന്ധിച്ച് UAE പൊതു അവധി പ്രഖ്യാപിച്ചു. രാജ്യത്തെ സർക്കാർ സ്വകാര്യ മേഖലയ്ക്ക് 2 ദിവസം അവധി ലഭിക്കും. ഡിസംബർ 2, 3 തീയതികളാണ് അവധിയെന്ന് മനുഷ്യവിഭവ സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. എന്നാൽ വാരാന്ത്യ അവധി ദിനങ്ങളായ ശനി, ഞായർ ഇതോടൊപ്പം ചേരുമ്പോൾ ബലത്തിൽ 4 ദിവസമായി മാറും. പൊതുമേഖലയ്ക്ക് ലഭിക്കുന്ന അവധി സ്വകാര്യ മേഖലയ്ക്കും ബാധകമാണെന്ന മന്ത്രിസഭാ തീരുമാനപ്രകാരമാണ് മന്ത്രാലയം പ്രഖ്യാപനം നടത്തിയത്. ഈദ് അൽ ഇത്തിഹാദ് എന്ന പേരിലാകും ദേശീയ ദിനാഘോഷങ്ങൾ നടക്കുക. അല്ലൈനിലായിരിക്കും ഈദ് അൽ ഇത്തിഹാദിന്റെ പ്രധാന വേദി. UAE സെപ്റ്റംബർ 1 ശേഷം താമസ വിസ നിയമലംഘനങ്ങൾ നടത്തിയവർക്ക് പൊതുമാപ്പ് ആനുകൂല്യം ലഭിക്കില്ലെന്ന് വ്യക്തമാക്കി ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അധികൃതർ. ഇതോടൊപ്പം നാടുകടത്തൽ ഉത്തരവുകൾക്ക് വിധേയരായവർ, അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ച വ്യക്തികൾ തുടങ്ങിയവർക്കും ഇളവ് ലഭിക്കില്ല. ഡിസംബർ 31 വരെയാണ് പൊതുമാപ്പ് കാലയളവ്. നിയമലംഘകർ എത്രയും വേഗം നടപടി പൂർത്തിയാക്കി താമസം നിയമം വിധേയമാക്കുമ്പോഴും രാജ്യം വിടുകയോ ചെയ്യണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. പൊതുമാപ്പ് അവസാനിച്ചാൽ നിയമലംഘകർക്കായി പരിശോധന ശക്തമാക്കും. പിടിക്കപ്പെട്ടാൽ തടവും പിഴയും നാടുകടത്തലുമാകും ശിക്ഷ. ഓസ്ട്രേലിയയിലെ മലയാളികളുടെ പുരോഗമന സംഘടനയായ സമത ഓസ്ട്രേലിയയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാശനം ചെയ്തു. സമതയുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ, വരുംകാല പരിപാടികൾ എന്നിവയുടെ വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംഘടനയുടെ കലാവിഭാഗം സെക്രട്ടറി കൂടിയായ റെനോൾഡ് സിംഗ് ആണ് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തത്. ഖത്തർ ഇൻകാസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മുഹബത്ത് കി ഉത്സവ് പരിപാടിയുടെ പോസ്റ്റർ മാത്യു കൂൾനാടൻ MLA പ്രകാശനം ചെയ്തു. ഉച്ചയ്ക്ക് 1 മണിക്ക് ആരംഭിക്കുന്ന പരിപാടിയിൽ സംഗീത നിശ ഉൾപ്പെടെ വിവിധ പരിപാടികൾ അരങ്ങേറും. T. സിദ്ദീഖ് MLA, കോഴിക്കോട് DC പ്രസിഡന്റ് K. പ്രവീൺ കുമാർ തുടങ്ങിയവർ അതിഥികളാണ്. ഹർദീപ് സിംഗ് നിജ്ജർ വധത്തിൽ മാധ്യമങ്ങളെ തള്ളി കനേഡിയൻ ഭരണകൂടം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർക്കെതിരായ വാർത്താ അടിസ്ഥാനരഹിതം. ഇന്ത്യൻ യാത്രക്കാർക്ക് ഏർപ്പെടുത്തിയിരുന്ന അധിക പരിശോധനകൾ പിൻവലിച്ചു. സിഖ് വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജ്ജറിന്റെ കൊലപാതകത്തിൽ നരേന്ദ്രമോദിക്കും വിദേശകാര്യമന്ത്രി S. ജയശങ്കറിനും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനും പങ്കുണ്ടെന്ന് കനേഡിയൻ മാധ്യമം ആരോപിച്ചിരുന്നു. ഒക്ടോബറിൽ ദി ഗ്ലോബ് ആൻഡ് മെയിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലായിരുന്നു ആരോപണം. പേര് വെളിപ്പെടുത്താത്ത രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചായിരുന്നു ആരോപണം. വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായി. ഇന്ത്യക്കെതിരായ പ്രചാരണത്തിന്റെ ഭാഗമെന്ന് പറഞ്ഞ് കേന്ദ്രം റിപ്പോർട്ടിനെ തള്ളി. ഇതിനു പിന്നാലെയാണ് കാനഡയുടെ വിശദീകരണം. നിജ്ജറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യൻ സർക്കാരിന് പങ്കുണ്ട് എന്നതിന് തെളിവില്ല. ഒരു പ്രസ്താവനയും തങ്ങൾ നടത്തിയിട്ടില്ലെന്നും കാനഡ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഇന്ത്യൻ യാത്രികർക്ക് മേൽ ഏർപ്പെടുത്തിയിരുന്ന അധിക പരിശോധനകൾ പിൻവലിച്ചതായി കനേഡിയൻ ഗതാഗത മന്ത്രി അനിത ആനന്ദ് പറഞ്ഞു. കഴിഞ്ഞയാഴ്ചയായിരുന്നു സുരക്ഷാ കാരണങ്ങളുടെ പേരിൽ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് അധിക പരിശോധനകൾ ഏർപ്പെടുത്തിയത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ജനവിധി അറിയാൻ മണിക്കൂറുകൾ ബാക്കി. കേരളപ്പോര് പവേർഡ് ബൈ KLM മാക്സിവ ഗോൾഡ് ലോൺ. പുരോഗതിയുടെ ആനന്ദം എല്ലാവർക്കും. കോ-സ്പോൺസേർഡ് ബൈ ഭീമ ജുവൽസ് 100th ആനിവേഴ്സറി സൂപ്പർ സർപ്രൈസ്. ഓരോ വോട്ടും കൂട്ടിയും കിഴിച്ചും കാത്തിരിക്കുകയാണ് പാലക്കാട്ടെ 3 മുന്നണികളും. ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ പല അവകാശവാദങ്ങളുണ്ടെങ്കിലും അതെല്ലാം മാറിമറിഞ്ഞേക്കുമെന്ന ആശങ്ക എല്ലാവർക്കുമുണ്ട്. പാലക്കാട് നിന്നുള്ള റിപ്പോർട്ട്. കൂട്ടിക്കിഴിക്കലുകളും വിലയിരുത്തലുകളുമൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു. പുറത്തു വലിയ ആത്മവിശ്വാസമെങ്കിലും ചിലയിടത്ത് ചങ്കിടിപ്പ് ഏറെയാണ്.
കണക്കുകൾ പ്രകാരം മണ്ഡലത്തിൽ വിജയിച്ചു കഴിഞ്ഞെന്ന് LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ. UDF കണക്കുകൾ വായുവിൽ എഴുതിക്കൂട്ടുന്നത്. കോൺഗ്രസിന് കണക്ക് കൂട്ടാൻ എവിടുന്നാണ് ഈ കണക്കെന്നാണ് എൻ്റെ ചോദ്യം. വായുവിൽ എഴുതി കൂട്ടുന്ന കണക്ക് കുറെ കണ്ട ആളാണ് ഞാൻ. ഇത്തവണ പോൾ ചെയ്ത ഇടതുപക്ഷാഭിമുഖ്യമുള്ള 46,000 വോട്ടും ഈ 6,000 വോട്ടും കൂടി കിട്ടുമ്പോൾ എൻ്റെ കണക്കും ജനങ്ങളുടെ മനസ്സിലെ കണക്കും ഒക്കെ ശരിയാവുകയാണ്. ഭൂരിപക്ഷം പറയാനില്ലെങ്കിലും നാളെ പകൽ പാലക്കാട് UDF ക്യാമ്പിൽ ആഘോഷം തുടങ്ങിയിരിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. നഗരസഭയിലെ പോളിംഗ് കുറയുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പോക്കറ്റുകളുണ്ടല്ലോ, കോൺഗ്രസ് UDF പോക്കറ്റുകളിൽ വളരെ കൃത്യമായി ഉയർന്ന പോളിംഗ് നിൽക്കുന്നുണ്ട്. പോളിംഗ് പെർസെൻറ്റേജ് വെച്ച് നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആണ്. പിന്നെ പാർട്ടിക്കകത്ത് കാൻഡിഡേച്ചറിനോടോ പാർട്ടികളോടുള്ള ആൻറ്റി വോട്ട്സ് ഇല്ലാത്തത് നമുക്ക് മാത്രമാണ്. പൊളിറ്റിക്കൽ വോട്ടുകൾക്കൊപ്പം ക്രൈസ്തവ വിഭാഗത്തിന്റെ 6,000 വോട്ടുകൾ കൂടി ലഭിക്കുമെന്നാണ് NDA പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ ഇത്തവണ മണ്ഡലം പിടിച്ചെടുക്കാനാകുമെന്ന നേതാക്കൾ. ഭാരതീയ ജനതാ പാർട്ടി 100% ജയിക്കും. ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി ചില കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് പൂർണ്ണമായിട്ടും പോൾ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ചില സ്പെഷ്യൽ വർക്കുകൾ നടത്തിയിട്ടുണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഏതാണ്ട് 6,000-7,000 വോട്ട്, അതിലൊരു കാര്യമായ ഒരു സംഖ്യ ഭാരതീയ ജനതാ പാർട്ടിക്ക് എക്സ്ട്രാ ആയിട്ട് വരുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അത് ബൂത്ത് കണക്കുകൾക്കപ്പുറം ശക്തമായ അടിയൊഴുക്കുകൾ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കീഴ്മേൽ മറിയുമെന്ന നേതൃത്വങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് പെട്ടിപ്പൊട്ടും വരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നേതാക്കളും പ്രവർത്തകരും. 24 പാലക്കാട്. ചേലക്കര കണ്ട ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോര്. വോട്ടെണ്ണാൻ മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോൾ മുന്നണികളുടെ നെഞ്ചിടിപ്പ് ഏറുകയാണ്. ചേലക്കരയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. 18,000 വോട്ടിന്റെ ഭൂരിപക്ഷം ചേലക്കരയിൽ UR പ്രദീപ് നേടുമെന്നാണ് CPIM-ന്റെ കണക്ക്. 5,000-എങ്കിലും ഭൂരിപക്ഷം ഉറപ്പെന്ന് നേതാക്കൾ. തെല്ലും ആശങ്കയില്ലെന്ന LDF സ്ഥാനാർത്ഥി UR പ്രദീപ്. വിജയപ്രതീക്ഷ തന്നെയാണ്. അതിനകത്ത് തുടക്കം മുതൽ വേറെ ഒന്നും മങ്ങൽ വന്നിട്ടില്ല. ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് തന്നെയുള്ള വിധി തന്നെ ഉണ്ടാവുള്ളൂ. അത് ഞങ്ങൾ ആ വിധി മാനിച്ചു കഴിഞ്ഞാൽ ഒരു അനുകൂലമായ വിധി വന്നാലും തുടർന്നുള്ള പ്രവർത്തനം ഇനിയുള്ള ദിവസം പരമാവധി ഉപയോഗപ്പെടുത്തി നാടിന് ഒപ്പം നിന്ന് പ്രവർത്തിക്കാൻ മാത്രമാണ് ചെയ്യാനുള്ളത്. പാലക്കാടും വയനാടും അപ്പുറം ചേലക്കര നേടുന്നതാണ് രാഷ്ട്രീയ വിജയമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. അത് മുന്നിൽ കണ്ട താഴെത്തട്ട് മുതൽ നടത്തിയ പ്രവർത്തനങ്ങളിലാണ് UDF വിശ്വാസമർപ്പിക്കുന്നത്. ചേലക്കരയിലെ മാറ്റത്തിനായിട്ട് ചേലക്കരക്കാർ കാത്തിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു പിന്തുണ കൂടെ ഉണ്ടാകും എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെ വിജയത്തിൽ ഉറപ്പായിരിക്കും. അപ്പം ജനങ്ങളെ സംബന്ധിച്ച് അവർ ഈ ഒരു മാറ്റത്തിനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവരെന്തായാലും കൂടെ ചേർന്ന് നിൽക്കുന്നു. മറ്റ് കണക്കുകളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ലീഡേഴ്സ് ഞങ്ങളോട് പങ്കു. ഇതുവരെയുള്ളതിൽ മികച്ച മുന്നേറ്റം നടത്താനാകുമെന്നാണ് മണ്ഡലത്തിലെ BJP പ്രതീക്ഷ. BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ജയിക്കാനായിട്ട് തീരുമാനിച്ചൊരു മത്സരമാണ്. അപ്പം ഞങ്ങൾ അതിൽ വലിയ പ്രതീക്ഷയും വെച്ചിട്ടുണ്ട്. ആ പ്രതീക്ഷ തന്നെയായിരിക്കും ചേലക്കര വിജയിച്ചിരിക്കുന്നത്. എന്നാൽ PV അൻവറിന്റെ സ്ഥാനാർത്ഥി NK സുധീറിന്റെ സാന്നിധ്യം ഇടതു വലതു മുന്നണികളെ ഒരുപോലെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. വരവൂർ പഞ്ചായത്തിൽ ആദ്യ റൗണ്ട് എണ്ണിത്തുടങ്ങുമ്പോൾ തന്നെ ചേലക്കരയുടെ ഗതി നിർണയമാകും. 24 തൃശൂർ. ചുരം കയറി വയനാടൻ മനസ്സ് കീഴടക്കുന്നവർക്ക് ഭൂരിപക്ഷം എത്ര? വയനാട്ടിലെ ആകാംക്ഷ ഭൂരിപക്ഷത്തെ ചൊല്ലിയാണ്. വോട്ടെണ്ണലിന് മുമ്പ് വയനാട്ടിൽ മുന്നണികളുടെ പ്രതീക്ഷ എന്തെന്ന റിപ്പോർട്ടിലേക്ക്. 2009 മണ്ഡലം രൂപീകൃതമായ ശേഷം എന്നും UDF-നൊപ്പമായിരുന്നു വയനാട്. 2019 രാഹുൽ ഗാന്ധി നേടിയത് സംസ്ഥാനത്തെ ചരിത്ര ഭൂരിപക്ഷം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തിൽ ചെറിയ ഇടിവുണ്ടായി. ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയായി വന്നതോടെ 5 ലക്ഷവും 6 ലക്ഷവും ഭൂരിപക്ഷം ഉണ്ടാകുമെന്നായിരുന്നു UDF-ന്റെ പ്രചാരണം. പോളിംഗ് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ 8% ഇടിഞ്ഞതോടെ അവകാശവാദം 4 ലക്ഷത്തിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. 5 ലക്ഷത്തോളം വോട്ടുകളാണ് ഇത്തവണ പോൾ ചെയ്യാതിരുന്നത്. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ 1 ലക്ഷത്തോളം വോട്ടുകളുടെ കുറവുണ്ടായി. ഇതിൽ UDF വോട്ടുകളും ഉണ്ടോ എന്നാണ് മുന്നണിയുടെ ആശങ്ക. പോളിംഗ് കുറഞ്ഞത് ഞങ്ങൾക്ക് അതിൽ ആശങ്കയില്ല. കാരണം പോളിംഗ് കുറഞ്ഞതിലെ ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രമാണ് UDF-ന്റെ വോട്ടുകളുള്ളത്. 2024 മെയ് മാസത്തിൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തെക്കാൾ വലിയ ഭൂരിപക്ഷം ഇത്തവണ പ്രിയങ്ക ഗാന്ധിക്ക് അനുകൂലമായി ഭൂരിപക്ഷം ഉണ്ടാവും. ശക്തമായ രാഷ്ട്രീയ മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് LDF-ന്റെ ആത്മവിശ്വാസം. 2014 UDF കോട്ടകളെ വിറപ്പിച്ച സത്യൻ മൊകേരിയിലൂടെ വോട്ട് നിലയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് മുന്നണിയുടെ പ്രതീക്ഷ. വയനാടിൻ്റെ വികസനത്തിൽ, കേരളത്തിൻ്റെ വികസനത്തിൽ LDF-ന്റെ സമീപനങ്ങളെ ഉന്നയിച്ചുകൊണ്ടാണ് നല്ല ക്യാമ്പയിൻ നടത്തിയത്.
ആ ക്യാമ്പയിൻ വോട്ടിംഗ് പ്രതിഫലിക്കുമെന്നാണ് സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കെ സുരേന്ദ്രൻ നേടിയ 1,41,000-ലധികം വോട്ടുകൾ ഇത്തവണ നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസം NDAക്കുണ്ട്. ബത്തേരി അടക്കമുള്ള മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരമാണ് ഉണ്ടായതെന്ന് NDA വിലയിരുത്തുന്നു. പരമാവധി വോട്ടുകൾ പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞുവെന്ന് BJP നേതൃത്വവും അവകാശപ്പെടുന്നുണ്ട്. 24 വയനാട്. മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ നിർണായകമാണ് നാളത്തെ ഉപതെരഞ്ഞെടുപ്പ് ഫലം. സർക്കാരിനെയും പ്രതിപക്ഷത്തെയും ഫലം എങ്ങനെ സ്വാധീനിക്കും? സംസ്ഥാന BJPയിൽ മാറ്റത്തിനിടയാക്കുമോ കിട്ടുന്ന വോട്ട്? ആർ ശ്രീജിത്തിന്റെ റിപ്പോർട്ടിൽ. വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഫലം രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളാണ് ആകാംക്ഷ ഉയരാൻ കാരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന സർക്കാരിനും LDFനും ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം നടത്തേണ്ടത് അനിവാര്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ നിന്ന് കരകയറാൻ ചേലക്കരയിൽ ജയിക്കുകയും പാലക്കാട് നല്ല വോട്ട് നേട്ടം ഉണ്ടാക്കുകയും ചെയ്തേ മതിയാകൂ. ചേലക്കരയിലെ വിജയം ഭരണവിരുദ്ധ വികാരം കുറഞ്ഞതിന്റെ തെളിവായി ചൂണ്ടിക്കാണിക്കാം. ഫലം മറിച്ചാണെങ്കിൽ മുഖ്യമന്ത്രിയും CPM നേതൃത്വവുമെല്ലാം പാർട്ടി സമ്മേളനകാലത്ത് വിചാരണ ചെയ്യപ്പെടാൻ ഇട നൽകും. ഇടക്കാലത്ത് പാർട്ടിയിൽ തലപൊക്കിയ നേതൃത്വത്തിനെതിരായ നീക്കങ്ങൾക്ക് വീണ്ടും ജീവൻ വെക്കുകയും ചെയ്യും. ഫലം മോശമായാൽ നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാനുള്ള ആത്മവിശ്വാസവും ചോരും. UDFനും ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഏറെ നിർണായകമാണ്. സർക്കാർ വിരുദ്ധ വികാരം ശക്തമെന്ന് സ്ഥാപിക്കാൻ ചേലക്കരയിൽ അട്ടിമറി ജയവും പാലക്കാട് നല്ല ഭൂരിപക്ഷത്തിലുള്ള വിജയവും ഉണ്ടായേ മതിയാകൂ. ഇത് രണ്ടും സംഭവിച്ചാൽ പാർട്ടിയിലെ എതിർശബ്ദങ്ങളെ നിശബ്ദരാക്കിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശന് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ശക്തമായി മുന്നോട്ട് പോകാം. എന്നാൽ ചേലക്കരയിൽ തോൽക്കുകയും പാലക്കാട് നല്ല വിജയം നേടാനാകാതെ പോവുകയും ചെയ്താൽ VD സതീശന്റെ രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും. ഇപ്പോൾ തന്നെ സതീശിനെതിരെ പടയൊരുക്ക് നടത്തുന്ന പാർട്ടിയിലെ വിഭാഗങ്ങൾ അത് മികച്ച അവസരമാക്കി മാറ്റും. പാലക്കാട് ഭൂരിപക്ഷം കുറഞ്ഞാൽ സന്ദീപ് വാര്യരെ കൊണ്ടുവരാനുള്ള തീരുമാനം തിരിച്ചടിച്ചെന്ന പഴിയും കേൾക്കേണ്ടി വന്നേക്കാം. പാലക്കാട് BJP അട്ടിമറി നടത്തിയാൽ UDFനകത്ത് വലിയ പൊട്ടിത്തെറിയായിരിക്കും ഉണ്ടാകുക. പ്രിയങ്ക ഗാന്ധി മത്സരിച്ച വയനാട് പോളിംഗ് കുറഞ്ഞത് ഭൂരിപക്ഷത്തിലും ഇടിവുണ്ടാക്കിയാൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് ക്ഷീണമാകും. ഉപതെരഞ്ഞെടുപ്പിന് ശേഷം KPCC അധ്യക്ഷനെ മാറ്റാൻ ശ്രമിക്കുന്ന വിഭാഗത്തിന് ഇത് ആയുധമാകാനാണ് സാധ്യത. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലം BJP സംസ്ഥാന നേതൃത്വത്തിനും ഏറെ നിർണായകമാണ്. പാർട്ടി രണ്ടാം സ്ഥാനത്തുള്ള A ക്ലാസ് മണ്ഡലത്തിൽ വിജയം നേടാനായാൽ അത് വമ്പൻ നേട്ടമാകും. തൃശൂർ ലോക്സഭാ സീറ്റിലെ വിജയത്തിന് പിന്നാലെ നിയമസഭയിലും അക്കൗണ്ട് തുറക്കുന്നത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് വ്യക്തിപരമായും ഗുണം ചെയ്യും. എന്നാൽ പാലക്കാട് തിരിച്ചടി നേരിട്ടാൽ സ്ഥിതി വ്യത്യസ്തമാകാനാണ് സാധ്യത. ആർ ശ്രീജിത്ത്, 24 പാലക്കാട്. ഗൾഫ് കേസ് തുടരുന്നു. ഭരണഘടനാ അധിക്ഷേപ പ്രസംഗത്തിൽ സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കില്ല. ഒരേ വിഷയത്തിൽ 2 തവണ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിലപാട്. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. പ്രതിപക്ഷം സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ട് സമരം ശക്തമാക്കുന്നതിനിടെയാണ് മന്ത്രിക്ക് പാർട്ടി പിന്തുണ നൽകിയിരിക്കുന്നത്. മല്ലപ്പള്ളിയിലെ വിവാദ പ്രസംഗത്തിൽ ധാർമ്മികത മുൻനിർത്തി മന്ത്രിസ്ഥാനം രാജിവെച്ചതാണ്. ഒരേ വിഷയത്തിൽ 2 തവണ രാജി വേണ്ടെന്നാണ് പാർട്ടി തീരുമാനം. തന്റെ ഭാഗം കേൾക്കാതെയാണ് ഹൈക്കോടതി വിധി പ്രസ്താവിച്ചതെന്ന സജി ചെറിയാന്റെ നിലപാടിനൊപ്പമാണ് പാർട്ടിയെന്ന് മന്ത്രി P. രാജീവ്. കോടതി തന്നെ ഈ വിധിന്യായത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പുനരന്വേഷണം വേണ്ട, CBI അന്വേഷണം വേണ്ട, അത് രണ്ടും കോടതി തള്ളി. തുടരന്വേഷണമാകാം. തുടരന്വേഷണം ആകുമ്പോൾ മന്ത്രി ആയതുകൊണ്ടാണ് ഇന്നാൾ വേണം, മന്ത്രി ആയതുകൊണ്ട് സ്ഥാനത്തിരുന്ന് തന്നെ അന്വേഷണം നടത്താമെന്നാണല്ലോ കോടതിയുടെ വ്യാഖ്യാനം. ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉത്തരവിനെതിരെ അപ്പീൽ പോകുന്ന കാര്യത്തിൽ AGയുടെ നിയമോപദേശം തേടാനാണ് ആലോചന. 3ാം പാർട്ടിയായി അപ്പീൽ നൽകുമെന്നാണ് സൂചന. അതിനിടെ സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം സമരം ശക്തമാക്കി. മന്ത്രിയുടെ ചെങ്ങന്നൂരിലെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസും BJPയും നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. സജി ചെറിയാൻ ഭരണഘടനയെ അധിക്ഷേപിച്ചെന്ന കേസിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ച് തുടരന്വേഷണം നടത്താൻ ഹൈക്കോടതി ഇന്നലെ ഉത്തരവിട്ടിരുന്നു. തുടരന്വേഷണം ആവശ്യമില്ലെന്ന തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് റദ്ദാക്കിയായിരുന്നു ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ഉത്തരവ്. സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ അന്വേഷണം ഏൽപ്പിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിയോട് നിർദ്ദേശിച്ച കോടതി താമസമില്ലാതെ അന്വേഷണം പൂർത്തിയാക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. 24 തിരുവനന്തപുരം. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിന്റെ മരണത്തിൽ അറസ്റ്റിലായ 3 സഹപാഠികളും റിമാൻഡിൽ. പ്രായം പരിഗണിച്ച് ജാമ്യം നൽകണമെന്ന പ്രതിഭാഗത്തിന്റെ വാദം കോടതി തള്ളി. അമ്മുവിന്റെ മരണത്തിലെ ദുരൂഹത നീക്കാൻ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം സർക്കാരിനെ സമീപിക്കും. അമ്മുവിന്റെ നീതിക്കായി 24 ജസ്റ്റിസ് ഫോർ അമ്മു ക്യാമ്പയിൻ ആരംഭിച്ചതിന് പിന്നാലെയാണ് കേസിലെ പോലീസ് നടപടി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അമ്മുവിന്റെ 3 സഹപാഠികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പത്തനാപുരം കുണ്ടയം സ്വദേശി അലീന ദിലീപ്, ചങ്ങനാശ്ശേരി സ്വദേശി അക്ഷിത, കോട്ടയം അയർകുന്നം സ്വദേശി അഞ്ജന എന്നിവരാണ് പ്രതികൾ.
ജാമ്യം നൽകിയാൽ ഫോൺ രേഖകൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ നശിപ്പിക്കപ്പെടുമെന്ന് പോലീസ് കോടതിയിൽ അറിയിച്ചു. പ്രതികളിൽ ഒരാളുടെ ലോഗ് ബുക്കാണ് കാണാതായത്. അത് അമ്മു സജീവ് എടുത്തെന്ന് പറഞ്ഞാണ് പ്രധാന തർക്കം. ആ ലോഗ് ബുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമാണെന്ന പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചാണ് കോടതി ജാമ്യം നിഷേധിച്ചത്. പോലീസ് അറസ്റ്റ് ചെയ്ത 3 പ്രതികളെയും പ്രോസിക്യൂഷന്റെ എല്ലാ വാദങ്ങളും അംഗീകരിച്ച് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണാവസ്ഥയിലിരിക്കുന്ന കേസായതുകൊണ്ട് കൂടുതലായിട്ട് ഒന്നും തന്നെ ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ല. ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ലെന്നും പ്രതികളായ പെൺകുട്ടികളുടെ പ്രായം പരിഗണിക്കണമെന്നും പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടു. കോടതിയിൽ നിന്ന് ജയിലിലേക്ക് കൊണ്ടുപോയ പ്രതികൾക്ക് നേരെ ABVP പ്രതിഷേധം. 3 പ്രതികൾക്കെതിരെയും പോലീസ് നിലവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമാണ് ചുമത്തിയിട്ടുള്ളത്. പട്ടികജാതി പീഡന നിരോധന നിയമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തുന്ന കാര്യം പോലീസ് പരിശോധിച്ചു വരികയാണ്. 24 പത്തനംതിട്ട. പിതാവിന്റെ മൊഴിയും അമ്മുവിന്റെ ഫോണിൽ നിന്ന് ലഭിച്ച തെളിവുകളുമാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ പോലീസ് പരിഗണിച്ചത്. നിർണായകമായ 6 തെളിവുകൾ ലഭിച്ചതോടെയാണ് പ്രതികളുടെ അറസ്റ്റിലേക്ക് പോലീസ് കടന്നത്. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് അമ്മു നേരിടുന്ന മാനസിക പീഡനങ്ങളെക്കുറിച്ച് പിതാവ് സജീവ് കോളേജ് പ്രിൻസിപ്പലിന് പരാതി നൽകിയത്. ആദ്യ പരാതിയിൽ കോളേജ് ആഭ്യന്തര അന്വേഷണം നടത്തി. അറസ്റ്റിലായ അലീന ദിലീപ്, അക്ഷിത, അഞ്ജന എന്നിവർ ഇനിമേൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ലെന്ന് കോളേജിൽ രേഖാമൂലം എഴുതി നൽകി. അതിനുശേഷം സഹപാഠികളായ പെൺകുട്ടികൾ മാനസിക പീഡനം തുടർന്നതോടെയാണ് രണ്ടാമത്തെ പരാതി നൽകിയത്. സഹപാഠികൾ നൽകിയ വിശദീകരണക്കുറിപ്പും പിതാവിന്റെ പരാതിയും പോലീസ് മുഖ്യ തെളിവായി പരിഗണിച്ചു. ഇതിനു പുറമെ അമ്മുവിന്റെ മുറിയിൽ നിന്ന് ലഭിച്ച ആത്മഹത്യാക്കുറിപ്പിന് സമാനമായ കത്തും തെളിവായി. ക്വിറ്റ് എന്നെഴുതിയ കുറിപ്പാണ് ലഭിച്ചത്. ഡിജിറ്റൽ തെളിവുകളും കോളേജിന്റെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടും പ്രതികൾക്കെതിരെയുള്ള കുടുംബത്തിന്റെ ആരോപണങ്ങൾക്ക് ബലം നൽകി. ഇതിനു പുറമെ പിതാവ് ഉൾപ്പെടെയുള്ള ബന്ധുക്കളുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയാണ് അറസ്റ്റ് എന്ന തീരുമാനത്തിൽ പോലീസ് എത്തിച്ചേർന്നത്. AV ജയശങ്കർ, 24 പത്തനംതിട്ട. മുനമ്പം വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ച സർക്കാർ. ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരാണ് ജുഡീഷ്യൽ കമ്മീഷൻ. ഇന്നു ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. സർക്കാർ തീരുമാനത്തെ സമരസമിതി തള്ളി. അതേസമയം സമരസമിതിയുമായി മുഖ്യമന്ത്രി നാളെ ചർച്ച നടത്തും. മുനമ്പത്ത് പ്രശ്നപരിഹാരത്തിനായാണ് സർക്കാർ ജുഡീഷ്യൽ കമ്മീഷൻ എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഭൂമിയുടെ ഉടമസ്ഥർക്ക് റവന്യൂ അധികാരം നഷ്ടപ്പെട്ടത് എങ്ങനെ എന്നുൾപ്പെടെയാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ പരിശോധനയിൽ വരിക. കൈവശാവകാശമുള്ള ഒരാളെയും മുനമ്പത്ത് നിന്ന് ഒഴിപ്പിക്കില്ലെന്ന് മന്ത്രി P രാജീവ്. അവിടെ താമസിക്കുന്ന അർഹരായിട്ടുള്ള കൈവശാവകാശമുള്ള ഒരാളെയും ഒഴിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി ഇത്തരത്തിലുള്ള നോട്ടീസുകൾ ഒഴിപ്പിക്കൽ ഒരു തീരുമാനമാകുന്നതുവരെ മറ്റ് നടപടികളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് വഖഫ് ബോർഡിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാനുള്ള സർക്കാർ തീരുമാനത്തെ സമരസമിതി തള്ളി. ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചാൽ പ്രശ്നപരിഹാരം നീണ്ടുപോകാനിടയാകും എന്നതാണ് സമരക്കാരുടെ പരാതി. തീരുമാനം വന്ന ഉടൻ മുനമ്പത്ത് പ്രദേശവാസികൾ പന്തം കൊളുത്തി പ്രകടനം നടത്തി. ഞങ്ങൾ പണം കൊടുത്ത് വാങ്ങിയ ഭൂമി രജിസ്റ്റർ ചെയ്ത് ഇത്രയും 3 വർഷമായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കുന്നു. വീണ്ടും ഒരു കമ്മീഷനെ വെച്ച് ഇത് പുനർപരിശോധിക്കേണ്ട ആവശ്യമില്ലല്ലോ. ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാനുള്ള തീരുമാനത്തിനെതിരെ UDF-ഉം BJP-യും രംഗത്തെത്തി. മുഖ്യമന്ത്രി നാളെ സമരക്കാരുമായി ഓൺലൈനായി ചർച്ച നടത്തും. നിയമപരമായ പരിരക്ഷയ്ക്കാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചതെന്ന് മുഖ്യമന്ത്രി സമരക്കാരെ അറിയിക്കും. 24 തിരുവനന്തപുരം. ഗൾഫ് ഫോക്കസ് തുടരുന്നു. സംഘർഷ ഭൂമിയിൽ 24. മണിപ്പൂരിൽ പ്രതിഷേധം ശക്തമാക്കിയ സംഘടനകൾ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് മെയ്തേ വനിതാ സംഘടന വ്യക്തമാക്കി. ഇംഫാലിൽ 200-ലധികം വനിതകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. മണിപ്പൂർ മുഖ്യമന്ത്രി N. Biren Singh 24-നോടൊപ്പം ചേരുകയാണ്. സർ, വി ആർ ഫ്രം കേരള സർ. സോ ലെറ്റ് മീ നോ സർ വാട്ട്സ് ദ കറന്റ് സിറ്റുവേഷൻ ഇൻ മണിപ്പൂർ. Regarding the present situation is very sad, very unfortunate, but I want to clarify one thing. Whatever happening in Manipur today is not related with religion. Totally whatever happening is today in Manipur is because of the huge illegal influx from the neighboring country Myanmar and the step which was taken up by the state government under my leadership, war on drugs since 2018. Till now, the government have destroyed around 20,000 hectares of poppy plantation
You see, you imagine 20,000 hectares of poppy plantation in a forest area and 60,000 crores drugs. These are the few reasons why Manipur is boiling now and burning now. With the help of the central government, we have started leaders of the both communities and the state government also meeting the both communities, and I hope at the earliest peace will be restored in the state of Manipur. The civilians, including women, children, they are facing a lot of issues. There is a difference between living in their own homes and living in the sheltered homes. And it is very unfortunate, and I'm seeking support from everyone to help in restoring peace in the state of Manipur. Sir, already the opposition, include Congress, the main argument is the government is totally failed and they want your resignation. What's your opinion about that, sir? Opposition is telling to resign me since from the 2017. Immediately when I became the CM, then usi time se they are asking me to resign, due to resign. So opposition ka to they will ask all the time. That is their duty. But I am with the peoples. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ ഒന്നും മുഖവിലക്കെടുക്കുന്നില്ല. മണിപ്പൂരിൽ സമാധാനം എത്രയും വേഗം പുനഃസ്ഥാപിക്കും, അതിനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നുവെന്നാണ് ബിരേൻ സിംഗ് 24നോട് പറഞ്ഞത്. മണിപ്പൂരിൽ നിന്ന് ക്യാമറമാൻ ജിതീന്ദ്രനൊപ്പം വിനീത വിജി 24. മണിപ്പൂർ സംഘർഷം തുടങ്ങിയതിനു ശേഷം മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ആദ്യമായ ഒരു മലയാളം ന്യൂസ് ചാനലിനോട് പ്രതികരിക്കുകയായിരുന്നു. ലഹരിക്കെതിരെ എടുത്ത കടുത്ത നടപടികളാണ് മണിപ്പൂരിലെ സംഘർഷത്തിന് കാരണമെന്നും മതപരമായ സംഘർഷം എന്ന അഭ്യൂഹം മാത്രമാണെന്നും ബിരേൻ സിംഗ് പറയുന്നു. വിനിത വിജി തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്. ഗൗതം അദാനിക്കെതിരായ കൈക്കൂലി വഞ്ചന ആരോപണങ്ങൾ പരിശോധിക്കാൻ സെബി 2 ആഴ്ചക്കകം അന്വേഷണം പൂർത്തിയാക്കാനാണ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം. അമേരിക്കൻ കോടതിയുടെ നടപടിയിൽ കേന്ദ്ര സർക്കാർ മൗനം തുടരുമ്പോൾ വിഷയത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ ആരോപണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. ഗൗതം അദാനിക്കെതിരായി അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ കൈക്കൂലി വഞ്ചന ആരോപണങ്ങൾ പരിശോധിക്കാനാണ് സെബിയുടെ തീരുമാനം. ആരോപണങ്ങളുടെ നിജസ്ഥിതി കണ്ടെത്താൻ ഉദ്യോഗസ്ഥർക്ക് സെബി നിർദ്ദേശം നൽകി. 2 ആഴ്ചയ്ക്കകം അന്വേഷണം പൂർത്തിയാക്കി വിവരങ്ങൾ ധരിപ്പിക്കണമെന്നാണ് നിർദ്ദേശം. ഗൗതം അദാനിക്കെതിരായ അമേരിക്കയിലെ കേസിന്റെ പേരിൽ പ്രതിപക്ഷം ആരോപണങ്ങൾ കടുപ്പിക്കുമ്പോഴും വിഷയത്തിൽ കേന്ദ്ര സർക്കാർ മൗനം തുടരുകയാണ്. അദാനിയെ പിന്തുണച്ചുകൊണ്ടോ കേസിനെ തള്ളിക്കൊണ്ടോ തൽക്കാലം നിലപാടെടുക്കേണ്ട എന്നതാണ് ഉന്നതതലത്തിലുള്ള ധാരണ. കേസിന്റെ വിശദവിവരങ്ങൾ വിദേശകാര്യ മന്ത്രാലയം ശേഖരിക്കുന്നതായാണ് സൂചന. തിങ്കളാഴ്ച തുടങ്ങുന്ന പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ വിഷയമുയർത്തി കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതേസമയം അദാനിക്കെതിരായ ആരോപണങ്ങളെക്കുറിച്ച് അറിയാമെന്ന വൈറ്റ് ഹൌസ് പ്രതികരിച്ചു. കേസ് ഉഭയകക്ഷി ബന്ധത്തെ ബാധിക്കില്ലെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. സൗരോർജ്ജ കരാർ നേടാൻ ആന്ധ്രാപ്രദേശിലെ ജഗൻമോഹൻ സർക്കാരിന് അദാനി കോഴ നൽകിയെന്ന ആരോപണം YSR കോൺഗ്രസ് നിഷേധിച്ചു. അനധികൃതമായി ഒരു കരാറിലും ഏർപ്പെട്ടിട്ടില്ലെന്നാണ് പ്രതികരണം. 24 ഡൽഹി. ഈ റിപ്പോർട്ടോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നന്ദി, ശുഭരാത്രി.